UDF കൺവീനർ പലപ്പോഴും ഇത് മാത്രമല്ല പല പ്രശ്നങ്ങളിലും അപക്വമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇതിനു മുമ്പും സ്വീകരിച്ചതായി കണ്ടു. ഇതിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴും യഥാർത്ഥത്തിൽ ഉന്നതരായ കോൺഗ്രസ് നേതൃത്വം പോലും ആ സംഭവത്തെ അപലപിക്കാനും തള്ളിപ്പറയാനും തയ്യാറായപ്പോൾ അതിനെ ന്യായീകരിച്ച് സ്ത്രീയെ അതിജീവിതയെ അപമാനിക്കുന്ന രംഗത്താണ് UDF കൺവീനറുടെ നിലപാട് കണ്ടത്. അതുപോലെ ഈ വിഷയത്തിലും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ല. ഞാൻ ആ ചോദ്യം കേട്ടു. എന്തൊരു വലിയ ഒരു UDF കൺവീനർ യഥാർത്ഥത്തിൽ ഒരു നിലവാരത്തിലുമല്ലോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആരും പറയലാത്ത ഒരു കാര്യം. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചോളം അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട മാനുഷികമായ പരിഗണന നിർത്തി സംസാരിക്കേണ്ട ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ അപക്വവും അപലനീയമായി പോയി അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സോളർ വിഷയത്തിലുള്ള ഉൾപ്പെടെ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് UDF കൺവീനർ. അതിൻ്റെ ഒരു അനുഭവത്തിലായിരിക്കും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടാകും. അല്ല, അതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. ആ വിഷയത്തിൽ മാത്രമല്ല, അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ഈ മറ്റേ പാമോൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പ്രതിപ്പട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞല്ലോ. ഇപ്പോൾ പ്രതിപ്പട്ടിയെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അങ്ങേയറ്റം അപലനീയമാണ്. അദ്ദേഹം സർക്കാരിന് വേറെ പണിയൊന്നുമില്ലെന്നാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ ഒരു ഭാഗത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടത്തുമ്പോൾ അതിനെപ്പോലും അപലപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ഏറെ നമുക്കെല്ലാം എന്തു പറയേണ്ടത് മ്ലേച്ഛമായി പോയി അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റുകളും ആ സമീപനവും എന്ന് പറയാതിരിക്കാൻ. ഇത് മാത്രമല്ല, ഇതിനു മുമ്പും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു.